തിരൂരിന്റെ നന്മ തുടരാൻ UDF സാരഥി കുറുക്കോളി മൊയ്തീനെ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ 87 കോടിയുടെ റോഡ് വികസനം, 57 കോടിയുടെ വിദ്യാഭ്യാസ വികസനം, ആദവനാട് ഭിന്നശേഷി പാർക്ക് ഉൾപ്പെടെ 87 കോടിയുടെ സാമൂഹിക രംഗത്തെ ഇടപെടലുകൾ, 37 കോടിയുടെ ആരോഗ്യ വികസനം, 33,000 കുടുംബങ്ങൾക്ക് കുടിവെള്ളം, 300 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കുറുക്കോളി മൊയ്തീനെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. റെയിൽ അനുകൂലികൾക്ക് വോട്ടില്ല. കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി സമര പോരാളിയുടെ സംഗമം നടത്തി. കേരളയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കേരളയിൽ അനുകൂലികൾക്ക് വോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ സമര പോരാളികളുടെ സംഗമം സംഘടിപ്പിച്ചു. സമരം സംസ്ഥാന വൈസ് ചെയർമാൻ അബൂബക്കർ ചെങ്ങാട് ഉദ്ഘാടനം ചെയ്തു. കേരളയിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടിട്ടും സർക്കാർ സിൽവർ ലൈൻ പദ്ധതി പിൻവലിച്ച് ഉത്തരവിറക്കാതെയും സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാതെയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുന്ന ഈ സർക്കാരിന് വോട്ട് കൊടുക്കേണ്ടതില്ലെന്ന് അബൂബക്കർ ചെങ്ങാട് പറഞ്ഞു. ഒരുപാട് ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന, ഒരുപാട് കൃഷിഭൂമികൾ ഇല്ലാതാക്കുന്ന ഒരു പദ്ധതിയുമായി പൊതുജനങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ലാത്ത, വെറും പണക്കാർക്ക് വേണ്ടി മാത്രം നിർമ്മിക്കാൻ സർക്കാർ ഉദ്ദേശിച്ച ഒരു പദ്ധതി, കേരള പദ്ധതി എന്ന് പറയുന്ന ആ പദ്ധതിയെ അതിൻ്റെ ഇരകളായിട്ടുള്ള ആളുകളും അതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് മറ്റു ജനങ്ങളും ഞങ്ങളോടൊപ്പം ഒരുമിച്ച് നിന്നപ്പോൾ സർക്കാരിൻ്റെ ആ ഒരു വലിയ, അവർ പറഞ്ഞ സ്വപ്ന പദ്ധതി എന്ന് സർക്കാർ വിശേഷിപ്പിച്ച ആ പദ്ധതിയെ ഈ നാട്ടിൽ നിന്നും കെട്ടുകെട്ടിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അന്നത്തെ റെയിൽവേ മന്ത്രിയായിരുന്ന, ഇന്നും കേരളയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന അബ്ദുറഹ്മാൻ മത്സരിക്കുന്ന ഈ തിരൂർ മണ്ഡലത്തിൽ കേരളയിൽ അനുകൂലികൾക്ക് വോട്ട് ചെയ്യരുത്, അത് പാവപ്പെട്ട ജനങ്ങളുടെ മേൽ കടന്നുകയറ്റമാണ്, അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ കൂരയും കൃഷിഭൂമിയുമൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച ഇത്തരം മന്ത്രിയെ ഈ മണ്ഡലത്തിൽ നിന്ന് തോൽപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യരുത് എന്നൊരു പ്രമേയവുമായിട്ടാണ് കേരളയിൽ വിരുദ്ധ സമര പോരാളികൾ ഇന്ന് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് PK പ്രഭാഷ്, V മൻസൂർ അലി, കോയ മാസ്റ്റർ, AP നസീമ, സെലീന അന്നാര, സലാം മാസ്റ്റർ, KK റിയാസ്, ഹുസൈൻ, കവിത എന്നിവർ പ്രസംഗിച്ചു. പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.